ഹായ് ഗൈസ്, നമസ്കാരം. ഇതാണ് നമ്മുടെ ചീമേനി ടൗണ്. ചീമേനി ടൗണ് ഇപ്പം ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സമയമാണ്. കാരണം മറ്റൊന്നുമല്ല, മലബാറിൻ്റെ ആഘോഷം എന്നറിയപ്പെടുന്ന ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവ സമയമാണിപ്പോൾ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വന്നു പോകുന്നത്. ഇവിടെ ഇപ്പം വീഡിയോ എടുക്കുന്ന ഒരു 3-3:30ക്കാണ്. സമയം കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മണൽത്തരി ഇടാൻ സ്ഥലമില്ലാതെ അത്രയും ജനങ്ങളായിട്ട് നിറയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നേരത്തെ പോയിട്ട് വീഡിയോ എടുക്കുകയാണ്. ഈ സമയം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയെന്ന്, അതായത് ശരിക്കില്ല തിരക്കാവാൻ ഇനിയുണ്ട്. രാത്രി ഒരു 11-12 മണിയാകുമ്പോൾ ഇവിടെയൊക്കെ ആളുകളെ കൊണ്ട് നിറയും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ. ഏതായാലും ഇവിടെ തുടങ്ങിയിട്ട് 10-12 ദിവസമായി ഉത്സവം. ഇന്ന് ലാസ്റ്റ് കഴിയുന്ന ദിവസമായതുകൊണ്ട് ഞാൻ ഏതായാലും വന്നിട്ട് വീഡിയോ എല്ലാം എടുത്ത് പോകാം എന്ന് വിചാരിച്ചു. കാരണം ഇവിടെ എന്തെന്നാ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകതയൊന്നുമില്ല. ഈ നമ്മുടെ മലബാർ ഏരിയയിൽ എല്ലാ ക്ഷേത്രത്തിലും ഇല്ലതുപോലെ ഇവിടെ തെയ്യമുണ്ട് എന്നതേ ഉള്ളൂ. എല്ലാ ക്ഷേത്രത്തിലും 4-5 തെയ്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ 2 തെയ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നു പോകുന്ന ജനങ്ങൾക്ക് ഒരു കയ്യും കണക്കില്ല. അത്രയും ചുരുങ്ങിയത് ഈ 10-15 ദിവസത്തിനുള്ളിൽ ഒരുപാട് ലക്ഷം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇപ്പം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ഇനിയും ഒരു 500 മീറ്റർ ഉണ്ടാവും, 500-600 മീറ്റർ ഉണ്ടാവും. പക്ഷേ ഇവിടുന്ന് തന്നെ അവിടത്തേക്ക് പോകുന്ന ഒരുപാട് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ് ഇവിടുന്ന് മാത്രം വീഡിയോ എടുത്തത്. ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നു പോകുന്നത്. എവിടുന്നൊക്കെയാണ് വന്നു പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ചീമേനി അത്രയും പ്രസിദ്ധമായത് കാരണവും അറിയില്ല. 2 തെയ്യം മാത്രമേ ഉള്ളൂ. ഈ തെയ്യത്തിനെ നമ്മൾ പോയാൽ ശരിക്കും കാണാനൊന്നും പറ്റില്ല. അത്രയും ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ തെയ്യത്തിനെ കാണുക എന്ന് പറഞ്ഞാൽ അതും ഒരു ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെയ്യം അതിൻ്റേതായ ചടങ്ങ് നടത്തുമ്പം വാലും തലയും കാണുക എന്നല്ലാണ്ട് പരിപൂർണമായിട്ട് അവിടുന്ന് തെയ്യം കാണാൻ പറ്റില്ല. അത്രയും തിരക്കുണ്ടാവും. ഏതായാലും മുന്നോട്ടുള്ള ഇങ്ങനെ യാത്രയിൽ ഒരുപാട് കടകളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. അടിപൊളിയാണ് എല്ലാം. പക്ഷെ എൻ്റെ ചിന്ത ഇതാണ്, ഇത്ര ജനങ്ങൾ ഇവിടെ എവിടെ നിന്ന് വരുന്നു? അതാണ് ഇവിടെ ഒരു പ്രത്യേകത. ചന്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് ചന്തകളുണ്ടാവും ഇവിടെ. എല്ലാത്തരം തുണിത്തരങ്ങളും എല്ലാത്തരം പിന്നെ ചട്ടികൾ അങ്ങനെ എല്ലാം ചന്തയിലുണ്ട്. എനിക്ക് പോകുന്ന പോക്കിൽ എന്തൊക്കെ ക്യാമറ കണ്ണിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്നത് ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ആകുന്ന വിധം ഞാൻ എല്ലാ വീഡിയോ എടുത്തു. ഇവിടെ ഒരു മീനിൻ്റെ കച്ചവടമാണ്. മീനിൻ്റെ ഹോൾസെയിലിട്ട് അതിൽ റിങ് ഇട്ടാൽ ഏതാ കിട്ടുന്നത് ആ മീൻ നിങ്ങൾക്ക് കിട്ടുമെന്ന ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത്. 50 രൂപ കൊടുത്ത് 5 റിങ് വാങ്ങിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. കുറച്ച് കളിച്ച് എൻജോയ് ചെയ്ത് പോകാമെന്നല്ലാണ്ട് വേറൊന്നും ഇവിടെ എനിക്കൊന്നും പ്രത്യേകമായിട്ട് തോന്നിയിട്ടില്ല. ഇത് തട്ടിപ്പൊന്നല്ല കേട്ടോ. എൻ്റെ മുന്നിൽ തന്നെ 2-3 ആൾ സമ്മാനം കിട്ടി പോകുന്നുണ്ടായിരുന്നു. ഒരു കൗതുകത്തിന് വേണ്ടി ഇവരുടെ വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ പാർത്തിക്കൊണ്ടിരുന്നു. ഇതെന്തെന്ന് വെച്ചാൽ വിളക്കാണ്. പ്രത്യേക തരം വിളക്ക്, മണ്ണുകൊണ്ടുണ്ടാക്കിയ വിളക്കാണ്. അതിൽ തിരിയുണ്ട് ഒന്നിച്ചു കൊടുക്കുന്നത്. ആ വിളക്കിൽ ഏത് സൈഡിലും തിരിയിട്ട് കത്തിക്കുക എന്നാണ്. ഇത് പാലക്കാട് നെന്മാറ കത്തികളാണ് എന്നാണ് ബോർഡ് വെച്ചിട്ടുള്ളത്.
കാരണം പാലക്കാട് നെന്മാറയിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കർഷകരുടെ ഒരു നാടാണ് നെന്മാറ. അതാണ് പാലക്കാട് പോയിട്ട് ഷൂട്ടിംഗ് എല്ലാം ചെയ്യുന്നത്. അവിടെ എല്ലാത്തരം കർഷകരും ഒരുപാട് ജീവിതം നയിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എല്ലായിടത്തും കർഷകരുണ്ട്. നെന്മാറയിൽ എന്നാ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ കർഷക സമൂഹം മാത്രം കൂടുതലായി ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കും നെന്മാറ കത്തികൾ എന്ന പ്രത്യേകത എന്നാണ് എൻ്റെ ഒരു അനുമാനം. ആഴത്തിരി കുഞ്ഞുടുപ്പെല്ലാം വെച്ചിട്ട് അയാൾ ഇങ്ങനെ കറക്കിക്കൊണ്ട് കാണിച്ചെന്നു. അപ്പം ഇവിടെ നല്ല മധുര പലഹാരങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ കടയുടെയും ഫുള്ള് വീഡിയോ എടുക്ക് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ കടയിലും വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചേട്ടൻ നല്ല സന്തോഷമായി. ഈ സാധനം നോക്കി മനസ്സ് കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ പോയി. കാരണം ചെറുപ്പകാലത്ത് ഏതൊരു കുട്ടിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതാ ഈ കളിക്കോപ്പാണ്, ഈ സാധനമാണ്. അന്നും ഇന്നും ഇതിന് ഒരേ വാല്യൂ തന്നെ ഉള്ളത്. ഏതായാലും രണ്ട് സൈഡിൽ ആകുന്ന വിധം എല്ലാ ചെറിയ കച്ചവടങ്ങളും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് മെയിൻ ഗേറ്റിൻ്റെ അടുത്തേക്കാണ്. കാരണം ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ്. അവിടുന്ന് അങ്ങോട്ടാണ് വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൻ്റെ ആ അമ്പലത്തിലേക്കുള്ള വഴി. ഇവിടുന്ന് ഞാൻ ആംബിയൻസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. എല്ലാ ആംബിയൻസും ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് എൻ്റെ വോയിസ് മാത്രമായിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഈ ആംബിയൻസ് ഞാൻ കട്ട് ചെയ്യുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ആംബിയൻസ് ഒരു വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ കാണുമ്പോൾ ഇവിടെ ഉള്ള ഒരു നല്ലൊരു ചങ്ങായി നല്ല വൃത്തിയിൽ കൊട്ടി കാണിച്ചിട്ടുണ്ട്. ഈ കൊട്ട് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് ആംബിയൻസ് ഒന്നും എടുത്ത് കളയേണ്ടതാണ്. ചില സമയത്ത് ഈ ആംബിയൻസ് നമുക്ക് വീഡിയോ കാണുമ്പോൾ ഒരു വിരസതയായിട്ട് തോന്നും. ആലോചനം ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആംബിയൻസ് അധികം കട്ടാക്കി വോയിസ് മാത്രം വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുറച്ച് കയറ്റിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നല്ല രസമുണ്ടാവും. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ആംബിയൻസ് വേണമെന്ന് തോന്നുന്നു. ഇതാണ് ചീമേനി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇപ്പം തിരക്കൊന്നുമില്ല കേട്ടോ. രാത്രി അങ്ങ് ആയാൽ പിന്നെ ഇവിടെ ഒന്നും നോക്കാനില്ല. അതായത് വെറും ലൈറ്റ് കൊണ്ട് ഇങ്ങനെ കളിയായിരിക്കും. ഏതായാലും ഒരുപാട് കച്ചവടമൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും. 15 ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മലബാറിലത്തെ ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറഞ്ഞത്. കാരണം മലബാറിൽ വേറെ ഒരു അമ്പലത്തിലും ഇങ്ങനെ ഇത്ര വലിയ ഉത്സവം ഉണ്ട് എന്ന് എൻ്റെ അറിവിലില്ല. ഉത്സവം ഒരുപാട് അമ്പലത്തിലുണ്ട്, പക്ഷെ മലബാറിൽ ഇത്ര ഒരു 15 ദിവസം ഉത്സവമുണ്ട് എന്ന് പറയുന്നത് ചീമേനി ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൻ്റെ ഉത്സവം മാത്രമാണ് എന്നാണ് എൻ്റെ അറിവ്. പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കടയിൽ ഇപ്പം ആളുകൾ കുറവാണ്. കാരണം ഇവരൊക്കെ കാത്തിരിക്കുന്ന കസ്റ്റമർ രാത്രിയിലാണ്. രാത്രിയിൽ അത്രയും കച്ചവടം ഉണ്ടായാലും ഇവിടെ ഈ കടക്കൊക്കെ നല്ല വാടകയും കൊടുക്കണം കേട്ടോ. ഓരോരോ സ്ക്വയർ ഫീറ്റിന് അനുസരിച്ചിട്ടാണ് വാടക. എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും നല്ല അത്യാവശ്യം നല്ല വാടക ഓരോരു കടക്കാരനും ക്ഷേത്ര കമ്മിറ്റിക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ അറിവ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെത്തി ആളുകൾ വരുന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയും കത്തിയൊക്കെ ഉണ്ട്. കരിമ്പറ്റിയെല്ലാം സ്ഥലമാണ് പാലക്കാട് കരിമ്പറ്റി. പിന്നെ പമ്പിച്ച
കുറച്ച് വിലക്കുറവിലാണ്. കാരണം വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്യുന്ന സാധനമാണ് ഇവിടെ കൊടുക്കുന്നത്. അവർ പറഞ്ഞു ഇതിൻ്റെ പരസ്യമൊന്നും എടുത്ത് അപ്പോൾ ഞാൻ കുഴപ്പമില്ല എടുക്കാൻ വേണ്ടി നോക്കാൻ. എന്നാലും എല്ലാ കടയിലും അടിപൊളിയാണ്. എല്ലാ കടക്കാരും വീഡിയോ എടുക്കുമ്പം അടിപൊളിയായിട്ട് പോസ് ചെയ്യുന്നു. ആ ചേട്ടാ വീഡിയോ എടുക്കുമ്പോൾ അടിപൊളിയായിട്ട് എടുക്കണം, എന്നാലേ എടുക്കണ്ടു എന്ന് പറഞ്ഞു. ഇവരൊക്കെ നല്ല എൻജോയ് ചെയ്ത് കച്ചവടം ചെയ്യുന്നവരാണ്. റിവോവറിനാണ് ഏതെടുത്താലും 30, 40, 20 എന്നാണ് പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഉള്ളിൽ എന്തൊക്കെയാണ് ഇല്ലയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എന്നാൽ ഗ്ലാസ്, ചട്ടി അങ്ങനത്തെ എല്ലാം സാധനങ്ങളാണ് ഉള്ളത്. കാരണം നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ സാധനങ്ങളാണ് അതിനുള്ളിലുള്ളത്. വലിയ സാധനങ്ങളൊന്നുമല്ല, പലഹാരമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നമ്മളെ അമ്പലത്തിൻ്റെ എല്ലാം ലക്ഷ്യം നമ്മൾ അമ്പലത്തിലേക്ക് എത്താനായിരിക്കുന്നു. അതിനു മുമ്പിലെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറുനാടൻ മഹാമേള എന്താണെന്ന് ചോദിച്ചാൽ ഈ സൈഡിൽ വിൽക്കുന്ന സാധനമൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാ സാധനങ്ങളും ഒറ്റ കടയിൽ കിട്ടും എന്ന് മാത്രം. എല്ലാം ഉണ്ട് അവിടെ. അതിനുള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ഈ സൈഡിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് ഈ ബിസിനസ് എന്ന് മനസ്സിലായി. ഉള്ളിൽ ഞാൻ കയറിയിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് കസ്റ്റമർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് ചീമേനിയിലെ വിഷ്ണുമൂർത്തി ക്ഷേത്രം. ഇവിടെ നിന്നിട്ടാണ് ആളുകളെല്ലാം തെയ്യം കാണുന്നുണ്ട്. പക്ഷേ തെയ്യം കാണുന്നവർ വളരെ കുറവാണ്. കാരണം ഇവിടെ നിന്ന് തെയ്യം കാണൂല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും നോക്കി പോകുന്നുണ്ട്. ഞാനും കുറേ സമയം നോക്കി, എവിടെയും തെയ്യത്തിനെ കാണാനൊന്നും പറ്റുന്നില്ല. അത്രയും ജനങ്ങളാണ് അതിനുള്ളിലെത്തി. അപ്പം ഞാനിവിടുന്ന് വെറുതെ അമ്പലത്തിൻ്റെ ആ വലിപ്പമൊക്കെ എൻ്റെ ക്യാമറയിൽ പകർത്തി അവിടെ നിന്ന് ഏതായാലും തിരിച്ചു പോകാമെന്ന് കരുതി. ഒരുമാതിരി കുറേ സമയം നോക്കി തെയ്യം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ. തെയ്യം അവിടെ ഉണ്ട്, പക്ഷേ നോക്കി എത്ര ജനങ്ങളുണ്ട് അവിടെ. അവിടെ നിന്നും തെയ്യത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വിഷമത്തിലാണ്. കുറേ ആൾ എണീച്ച് പോകുന്നുണ്ട് അങ്ങോട്ട് ചന്തയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ സൈഡിൽ മാത്രമല്ല ആ സൈഡിലും ഇതിനങ്ങോട്ടും കൂടുതൽ തിരക്കുകളുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഹായ്സ്, എന്നാലും നമുക്ക് താഴെ ഇറങ്ങാം. താഴത്തിൽ അമ്പലത്തിൻ്റെ മുന്നിലത്തെ സംഭവമൊക്കെ എങ്ങനെയാണെന്ന് കാണാം. രണ്ട് സൈഡിലും എവിടെയും ഒരുപാട് കടകളുണ്ട്. കടകളിലേക്കൊന്നും നമുക്ക് പോകുന്നില്ല. കാരണം മുകളിൽ കാണുന്ന അതേ കട തന്നെയാണ് അടിയിലും. കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് ഒരു സാധനത്തിൻ്റെ ഒരുപാട് കടകൾ അത്രേ ഉള്ളൂ. നോക്കി അമ്പലത്തിൻ്റെ വലിപ്പം കണ്ടു. വലിയ അമ്പലമാണ്. പിന്നെ രാത്രിയാകുമ്പോൾ ഒരു സന്ധ്യ മുതൽ ചോറ് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് ആ ചീമേനി ടൗണിൽ വരെ നമ്മൾ ആദ്യം കണ്ട ആ സ്ഥലം വരെ പിന്നെ ഭക്ഷണത്തിന് ക്യൂ ഉണ്ടാവും. 1, 2 ലൈൻ ഉണ്ടാവും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ആളുകൾ കഴിച്ചു പോകും. കാരണം അത്ര സൗകര്യമുണ്ട് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. എല്ലാ സൗകര്യങ്ങളും ഇവർ ഉപയോഗപ്പെടുത്തും. അത്ര പേര് ഇവിടെ സേവനത്തിനുണ്ടാവും, വിളമ്പി കൊടുക്കാനും പിന്നെ പ്ലേറ്റ് കഴുകി വെക്കാനുമല്ല. കാരണം ഇവിടെ ഒരുപാട് സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ അമ്പലത്തിന് അത്ര വലിയതായി കാണുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം വന്ന് ഒരുപാട് സഹായിക്കും. എല്ലാവരും ഊണും ഉറക്കവും ഇല്ലാതെ ഈ 15 ദിവസം ഇവിടെ വന്ന് ഒരുപാട് ആൾ സഹായിക്കും. അപ്പോൾ അങ്ങ് കാണുന്നത് എൻ്റെ ക്ലാസ്മേറ്റാണ്, പ്രസൻ എന്നാണ് പേര്. ഏതായാലും അവൻ അവിടെ ഇരുന്ന് കടലൊക്കെ തിന്നിരുന്നു. അപ്പോൾ അവനെ ഞാൻ ഒന്ന് നോക്കി. അവനും അവൻ്റെ മോനും അവൻ്റെ ഭാര്യയും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ക്യാമറ കാണുമ്പോൾ അവരെല്ലാവരും ഹായ് ചെയ്തു. പ്രസന്നോട് യാത്ര പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങി. കാരണം അവൻ്റെ കൂടെ അവൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ വർത്തമാനം പറഞ്ഞ് ശല്യം ചെയ്യണ്ട എന്ന് കരുതി ഞാൻ ഏതായാലും നേരെ
ക്ഷേത്രത്തിൻ്റെ താഴേക്ക് ഇറങ്ങി. ഈ നിൽക്കുന്നത് നമ്മുടെ ഭാസ്കരാട്ടനാണ്. പിന്നെ ഇങ്ങനെ താഴെ വലിയ ആൾക്കൂട്ടമൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ രാത്രി ഇവിടെ ഫുള്ള് വെടിക്കെട്ടൊക്കെ നടക്കും. അപ്പോൾ ഒരു ഭയങ്കര വൈബായിരിക്കും രാത്രി. പക്ഷേ രാത്രി നമുക്ക് വരാൻ താല്പര്യമില്ല, കാരണം അത്രയും ജനങ്ങളായിരിക്കും. പിന്നെ ഇവിടെയെല്ലാം ഇപ്പോൾ ആളുകൾ കുറവാണ്. പക്ഷേ ഇവിടെയെല്ലാം നേരത്തെ പോലെ ഇങ്ങനെ റിങ്ങിട്ട് സോപ്പ് ചീപ്പൊക്കെ വലയിലാക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ റിങ് കൊടുത്ത് 50 ഉറുപ്പ്യക്ക് 5 റിങ്ങാണ്. അത് കൊടുത്താൽ ഏതിൻ്റെ മുകളിലങ്ങ് എറിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധനം സ്വന്തമാക്കാം. ഇവിടെ ആരും കളിക്കുന്നുണ്ടായിരുന്നില്ല, അപ്പം പിന്നെ ഇവിടെ കളിയൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഇത്രയൊക്കെ കണ്ടു. ഇതാണ് ചീമേനി ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ആ പരിസരം. ഇത് വലിയൊരു കണ്ടാണ്. ഈ കണ്ടത്തിനെ ഇപ്പം ഈ സമയത്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ്. ഏതായാലും മനോഹരമായ നമ്മുടെ മലബാറിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്ര ഉത്സവത്തിന് ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാൻ പറ്റിയെന്ന് ആത്മവിശ്വാസത്തോടെ ഏതായാലും ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നു. ബൈ.